നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യക്ക് നമ്മൾ ഉണ്ടാക്കണ 12 കൂട്ടം കറികളിൽ 6 എണ്ണം കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തു. ഇനി 6 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിന്ന് ആദ്യം ഓലൻ എങ്ങനെയാണ് ശരിയാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രമോ അല്ലെങ്കിൽ ചട്ടിയോ അടുപ്പത്ത് വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങ, അത് ഞാനൊരു കപ്പോളം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരത്തിൻ്റെ 2ാം പാല്, അത് ഒരു 1/4 കപ്പ് ഉണ്ടാവും. അത് മതി, കാരണം കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ചേർക്കണ്ട. അപ്പോൾ ഇത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പിടുക, ഒരു പച്ചമുളക് നുറുക്കിയത് ചെറിയ കഷ്ണമാക്കിയിട്ട് നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് നല്ലോണം വേവിക്കുക. നമുക്ക് കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മുടെ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക, നല്ലോണം ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം നേരത്തെ നമ്മൾ 4 ടേബിൾ സ്പൂൺ നാളികേരത്തിൻ്റെ 2ാം പാൽ എടുത്തില്ലേ, അതിൻ്റെ 1ാം പാലും ഇതുപോലെ തന്നെ 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. 1ാം പാൽ അത് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക, കറക്റ്റ് ചെയ്യുക. അതിന് ശേഷം 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. പെട്ടെന്ന് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ പാത്രം വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് ഒരു ബീറ്റ്റൂട്ട്, അത് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാലും കുഴപ്പമില്ല. അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അത് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വേവിക്കുക. കുറച്ച് ഉപ്പിടുക, എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ബീറ്റ്റൂട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പേസ്റ്റ് അരച്ച് ഒഴിക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ നാളികേരവും 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ള അളവിൽ ഇതവിടെ കിടന്ന് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കടുക് പൊട്ടിക്കാനുള്ളത് നോക്കാം. പാത്രം വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇടുക, 1/2 ടീസ്പൂൺ മതിയാവും കടുക്. 2 വറ്റൽമുളക് പൊട്ടിച്ചിടാൻ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം പൊട്ടിക്കുക. ഇവിടെ എന്തായി നോക്കാം. നല്ലോണം തിളച്ചു വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര്, കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാനായിട്ട് വിടരുത്. അതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ പൊട്ടിച്ച കടുകും വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വയ്ക്കുക, ചൂടാക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ പൈനാപ്പിൾ കുഞ്ഞു കഷ്ണമാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒരു വിധം ഒന്ന് വഴണ്ടി വരണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ പേസ്റ്റാക്കി വെച്ച സാധനങ്ങൾ, ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, 2 കുഞ്ഞുള്ളി, ഇത് കൂട്ടിയിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുക. ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഈ അരപ്പിൽ കിടന്ന് ഇത് നല്ലോണം വേവട്ടെ. പൈനാപ്പിളും അരപ്പും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇടുക. 2 വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊട്ടിക്കുക. മൂത്തിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള എരിശ്ശേരി എങ്ങനെയാണെന്ന് നോക്കാം.
അതിന് പാത്രം വയ്ക്കുക. അതുപോലെ തന്നെ അതിലേക്ക് മത്തങ്ങ ഒരു കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് സ്ക്വയർ പോലെ ആക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൊലിയും കുരുവും കളഞ്ഞിട്ടുള്ള മത്തങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം ഉണക്കപ്പയർ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇത് കുക്കറിൽ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പാത്രത്തിലാക്കിയെന്നേ ഉള്ളൂ. മത്തങ്ങയും പയറും വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൽ പയർ ആഡ് ചെയ്ത കാരണം പിന്നെ ഓലനിൽ ഇടാതിരുന്നത്. ഓലനിൽ കൂടി പയറിട്ടിട്ട് വെക്കാറുണ്ട് ചിലർ, പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വെക്കാറുള്ളൂ, കുമ്പളങ്ങ ഒറ്റയ്ക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്ത് പേസ്റ്റ് റെഡിയാക്കിയത് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം, 2 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കിയതിന് ശേഷം വേവട്ടെ, അവിടെ മൂടി വയ്ക്കുക. എന്നിട്ട് അപ്പുറത്ത് വേറെ പാത്രം വെച്ച് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളത് നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ നാളികേരം ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക. ഒരു 3 കുഞ്ഞുള്ളി അതും ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം മൂപ്പിക്കണം. ബ്രൗൺ കളർ ആവണ വരെ ഇത് മൂപ്പിക്കണം. നാളികേരം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കയ്പ്പയ്ക്ക മീൻകറി പോലെ വെക്കണം എങ്ങനെയാ നോക്കാം. സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ പാത്രം വയ്ക്കുക, ചൂടാക്കുക, അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ചെറിയ കയ്പ്പയ്ക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി നുറുക്കിയിട്ട് അതിട്ട് കൊടുക്കുക. വഴറ്റണം ആദ്യം. 1/2 സവാള നുറുക്കിയത് ഇളക്കുക. 2 പച്ചമുളക് കുഞ്ഞീതാക്കി നുറുക്കിയത് അതും ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 തക്കാളി നുറുക്കിയത് അതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വരട്ടെ. നമ്മുടെ കയ്പ്പയ്ക്ക എന്തായി നോക്കാം. വഴണ്ടിട്ടുണ്ട്, ശരിക്കും വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1 നുള്ള്, 1 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 കുടപ്പുളിയുടെ അല്ലിയില്ലേ, അതൊരു 3 ചീന്ത് കുടപ്പുളി കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണോളം നാളികേരം അരച്ചതിൻ്റെ 1-ാം പാല് അതും കൂടി ചേർത്ത് കൊടുക്കുക. 1-ാം പാല്, 2-3 പാലൊന്നും വേണ്ട, 1-ാം പാല് മാത്രം ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് മൂടി വെച്ച് നല്ലോണം വേവിക്കുക. ഒപ്പം വറ്റി വരിക വേണം. നമ്മുടെ കയ്പ്പയ്ക്ക വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വേപ്പില ചേർക്കുക, കറിവേപ്പില, 1 നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് വടുകപ്പുളി കറി. വടുകപ്പുളി എന്ന് പറഞ്ഞാൽ ചിലർ കരുനാരങ്ങ എന്നൊക്കെ പറയും. അതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. പാത്രം ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കുക. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് അതും ചേർത്ത് കൊടുക്കുക. കരുനാരങ്ങ 1 കപ്പോളം ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് വെന്ത് വരട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കരുനാരങ്ങ. ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കുക. എന്നിട്ടത് കറക്റ്റ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ. ഇപ്പോൾ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി അച്ചാർ റെഡി. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.